ഇവിടെ ഒരു പെണ്ണ് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവൾ തലേന്ന് രാത്രി ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ ബട്ടൺസ് ഒക്കെ മാറി മാറി ആരോ ഇട്ടിട്ട് കാണുന്നു. അതുപോലെ ഇട്ടിരുന്ന ഉടുപ്പുകളൊക്കെ പ്രോപ്പർ ആയിരുന്നില്ല അവളുടെ ശരീരത്തിൽ കിടന്നിരുന്നത്. അവൾക്ക് തന്നെ അത്ഭുതമായിരുന്നു, ഇതെങ്ങനെ ഇങ്ങനെ സംഭവിച്ചു? ഇന്നലെ രാത്രി ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ക്ഷീണത്തിൽ പെട്ടെന്ന് കുളിച്ച് വന്ന് കിടന്നതാണ്, ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് അവൾ സ്വയം ചിന്തിച്ച് ബാത്റൂമിലേക്ക് കയറി പോകുന്നു. ബാത്റൂമിൽ പോയതിനു ശേഷം അവൾ തലേന്ന് രാത്രി ബാത്റൂം ക്ലീൻ ചെയ്യാൻ മടിയായത് കാരണം ലിക്വിഡ് ഒഴിച്ച് വെച്ച് കിടക്കുകയായിരുന്നു ചെയ്തത്. അവൾ അതിനുശേഷം രാവിലെ എഴുന്നേറ്റ് ബാത്റൂമിൽ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ബാത്റൂമിൽ ഫ്ലഷ് ആരാണ് ഓൺ ചെയ്തതെന്ന് അവൾക്കറിയില്ല. ഫ്ലഷ് ചെയ്യാതെ ഒരിക്കലും ബാത്റൂമിൽ ഇട്ടിരുന്ന ലിക്വിഡ് അതിൽ പോകാൻ സാധ്യതയില്ലാതെ അവൾ ചിന്തിക്കുന്നു. അപ്പോൾ അവൾ പെട്ടെന്ന് വിചാരിക്കുന്നു, എന്റെ ഫ്രണ്ട് മറ്റും വന്നിരിക്കുമോ രാത്രി, അവൾ വന്നിട്ടാവുമോ രാത്രി ബാത്റൂം യൂസ് ചെയ്തിട്ടുണ്ടാവുമോ എന്നൊക്കെ അവൾ ചിന്തിച്ച് അവൾ അവളുടെ ഫ്രണ്ടിനെ ഫോൺ ചെയ്യുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, ഇല്ല, ഞാൻ ഇന്നലെ രാത്രി അവിടെ വന്നില്ല, നിനക്ക് തോന്നിയതാവും അങ്ങനെയൊക്കെ, നീ മറ്റുമായിരിക്കും, അല്ലെങ്കിൽ പൂച്ചയുണ്ടല്ലോ, പൂച്ച മറ്റും ചാടിക്കയറി എന്തെങ്കിലും സംഭവിച്ചതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുന്നു. പക്ഷേ അവൾ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ അവളുടെ കഴുത്തിലായിട്ട് ആരോ ഒരാൾ കിസ് ചെയ്തതായിട്ട് ഒരു മാർക്ക് കാണുന്നു. അവൾ ആകെ അത്ഭുതപ്പെടുന്നു, ഇതെങ്ങനെ സംഭവിച്ചെന്ന്. ഇതൊക്കെ കഴിഞ്ഞ് അവൾ എന്തൊക്കെയോ ആയിക്കോട്ടെ, ഇതൊക്കെ എന്റെ തോന്നലാവാം എന്നൊക്കെ കരുതി, ഇത് അറിയാതെ സംഭവിച്ചതാവും എന്നൊക്കെ കരുതി അവൾ ഓഫീസിലേക്ക് പോകുന്നു. ഓഫീസിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് ഒരു വാനിൽ ഒരു കറുത്ത തൊപ്പിയും ഒരു കറുത്ത ജാക്കറ്റും ധരിച്ച് ആരോ ഒരാൾ അവിടെ നിൽക്കുന്നതായിട്ട് അവൾ കണ്ടു. അത് കണ്ടപ്പോൾ തന്നെ അവൾക്ക് വല്ലാത്ത ഭയം തോന്നി. അവൾ അയാളെ കാണാത്ത മട്ടിൽ പെട്ടെന്ന് നടന്നു. അയാൾ അവളുടെ പിന്നാലെ വണ്ടിയും എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ അവൾ പേടിച്ച് ഓടിക്കൊണ്ട് അവളുടെ ഫ്ലാറ്റിൽ കയറുന്നു. ഫ്ലാറ്റിൽ കയറി അവൾ ഡോർ ക്ലോസ് ചെയ്ത് ഒന്ന് ശ്വാസം വിട്ട് അവൾ സമാധാനിക്കുന്ന സമയത്ത് അവൾ ആ ചമരിൽ, അവളുടെ വീടിന്റെ ചമരിലായിട്ട് ഒരു മാർക്കിംഗ് കാണുന്നു. അവൾ ആ മാർക്കിംഗ് കണ്ടപ്പോൾ ഇതെന്താണെന്ന് അറിയാതെ അവൾ അത് ഫോട്ടോ എടുത്ത് അവളുടെ സോഷ്യൽ മീഡിയയിലുള്ള ഫ്രണ്ട്സിനൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. ഇതെന്താണെന്ന് അറിയാമോ എന്ന് എല്ലാവരും ചോദിക്കുന്നു. അപ്പോൾ അവളുടെ ഫ്രണ്ട്സ് ഒക്കെ പറയുന്നുണ്ട്, സാധാരണഗതിയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരെയൊക്കെ സ്കെച്ച് ഇടുന്ന ഒരു പരിപാടിയുണ്ട് കള്ളന്മാർക്ക്, അവിടെ പോകാം, ഇത് നല്ല സ്ഥലമാണ്, ഇവിടെ ആരുമില്ല, ഇവിടെ നിന്ന് മോഷണം നടത്താമെന്നൊക്കെ മാർക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് ഇതെന്ന് തോന്നുന്നു. എന്തുകൊണ്ട് നീ കുറച്ച് ധൈര്യത്തോടു കൂടിയും കുറച്ച് കെയർഫുള്ളായി ഇരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലതെന്ന രീതിയിൽ അവളെ എല്ലാവരും പറയുന്നു. പക്ഷെ അതൊക്കെ കേട്ടപ്പോൾ അവൾ പേടിക്കുന്നു. കാരണം എല്ലാവരും പറയുന്നത് പോലെ ഈ വീട്ടിനകത്ത് വല്ല കള്ളന്മാരെങ്കിലും ഉണ്ടോ എന്നൊക്കെ അവൾ ടെൻഷനോട് കൂടി ചിന്തിക്കുന്നു. എന്നിട്ട് അവൾ അവളുടെ കട്ടിലിനടിയിലേക്ക് നോക്കുന്നു. അവിടെ എങ്ങാനും വല്ല കള്ളനെ ഒളിച്ചിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് എന്തോ ഒന്ന് പുറത്തേക്ക് ചാടി വരുന്നതായി അവൾ ശ്രദ്ധിച്ചു. അവൾ ഭയന്നുകൊണ്ട് ഒച്ചത്തിൽ പിന്നോട്ടേക്ക് പോകുന്നു. പക്ഷേ അത് അവളുടെ പൂച്ചക്കുട്ടിയായിരുന്നു. എന്നിട്ട് അവൾ ഒന്ന് ആശ്വസിച്ചുകൊണ്ട് നോക്കുമ്പോൾ ജനലൊക്കെ ഒന്ന് അടക്കാം, ആരെങ്കിലും ഇതുവഴി അകത്തേക്ക് വരണ്ട എന്ന് പറഞ്ഞ് അവൾ ഓടിപ്പോയി ജനലടക്കാൻ നോക്കുന്ന സമയത്ത് ജനലിന്റെ സൈഡിലായിട്ട് ഒരുപാട് സിഗരറ്റ് കുറ്റികൾ ഇട്ടിട്ട് കാണുന്നു. അവൾ സ്മോക്ക് ചെയ്യുന്ന സ്വഭാവമില്ല, അവളുടെ കൂട്ടുകാരിക്കും അതില്ല. പിന്നെ എങ്ങനെയാണ് ഈ സിഗരറ്റ് കുറ്റികളൊക്കെ ഇവിടെ വന്നതെന്ന് ആലോചിച്ചുകൊണ്ട് അവൾ ഇരിക്കുന്നു. പേടിച്ച് അവൾ പെട്ടെന്ന് ജനലടക്കുന്നു. അടുത്ത പാർട്ടിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.